എമ്പുരാൻ സിനിമയ്ക്ക് പിന്തുണയുമായി മന്ത്രി എം.ബി. രാജേഷ്. സിനിമയ്ക്കെതിരെ ശക്തമായ സംഘപരിവാർ ആക്രമണം തുടർന്നതോടെയാണ് പ്രതികരണവുമായി എം.ബി. രാജേഷ് എത്തിയത്. സിനിമയിൽ എല്ലാ പാർട്ടികളെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സംഘപരിവാറിന് മാത്രം ഇത്ര പ്രകോപനം തോന്നുന്നുവെങ്കിൽ വംശഹത്യയുടെ ചോരക്കറകൾ പുരണ്ട പാപമംഗലമായ കൈകൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ ഈ പ്രതിഷേധത്തിലൂടെ സ്വയം വിളിച്ചു പറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണമായും പരിശോധിക്കാം. ഇന്നലെ എമ്പുരാൻ കണ്ടു, അംഗഭംഗം വരുത്തുന്നതിന് മുൻപ് തന്നെ. ഇതിന്റെ പേരിലാണോ സംഘപരിവാർ ഇത്രമേൽ ആക്രോശമുയർത്തുന്നത് എന്ന അത്ഭുതമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ എമ്പുരാനും വിമർശിക്കപ്പെടണം. എന്നാൽ ഇവിടെ സിനിമയിലെ രാഷ്ട്രീയ ധ്വനികളുടെ പേരിലാണല്ലോ ബഹളം മുഴുവൻ. ഗുജറാത്ത് വംശഹത്യയുടെ ചില രംഗങ്ങൾ സിനിമയിലുണ്ട്. ആ വംശഹത്യയിൽ അരങ്ങേറിയ ചില കൂട്ടക്കൊലകളുടെ മുഖ്യ സൂത്രധാരനായ കൊടും ക്രിമിനൽ ബാബ ബജ്രംഗിയുടെ പേരും ഒരു കഥാപാത്രത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനപ്പുറം സംഘപരിവാറിനെ കുറിച്ചോ അതിൽ പല തലങ്ങളിൽ ഉൾപ്പെട്ട നേതാക്കളെ കുറിച്ചോ പ്രത്യക്ഷ പരാമർശം ഒന്നുമില്ല. വംശഹത്യ അരങ്ങേറിയപ്പോൾ രാജധർമ്മം മറന്ന ഗുജറാത്തിലെ ഭരണാധികാരിയെ കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി നടത്തിയ നേരിട്ടുള്ള വിമർശനം പോലുള്ള ഒന്നുപോലും ഈ സിനിമയിൽ പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? ഇരകൾക്ക് അഭയമേകിയ രാജ്ഞി അവരോട് പറയുന്നു, ഈ സംഭവിച്ചതൊന്നും മതമോ വിശ്വാസമോ അല്ലെന്ന് കുട്ടികളോട് പറയണം. ഈ രക്തച്ചൊരിച്ചിലിന്റെ മുഴുവൻ കാരണം രാഷ്ട്രീയമാണ്. മതവും രാഷ്ട്രീയവും കലർന്ന ചേരുവ മാരകമായ ഒന്നാണ്. ഇത് സാധാരണഗതിയിൽ വർഗീയവാദികളല്ലാത്ത ഒരാളെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. വംശഹത്യയുടെ കൊടും പാപങ്ങൾ മതത്തിന്റെ കണക്കിൽ എഴുതരുതെന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മതവിശ്വാസികൾക്ക് ആശ്വാസമല്ലേ നൽകുക? വർഗീയതയുടെ അപസ്മാരം ബാധിച്ചവർക്ക് മാത്രമല്ലേ അതിൽ അസഹിഷ്ണുത തോന്നുക? ആ അസഹിഷ്ണുതയാണ് സംഘപരിവാറിൽ നിന്നുണ്ടാവുന്നത്. സിനിമയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സംഘപരിവാറിന് മാത്രം ഇത്ര പ്രകോപനം തോന്നുന്നുവെങ്കിൽ വംശഹത്യയുടെ ചോരക്കറകൾ പുരണ്ട പാപപങ്കിലമായ കൈകൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ ഈ പ്രതിഷേധത്തിലൂടെ സ്വയം വിളിച്ചു പറയുകയാണ്. ബാബ ബജ്രംഗിയെ പോലൊരു കൊടും ക്രിമിനലിനെ വരെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നതിനർത്ഥം വേറെന്താണ്? വംശഹത്യ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെട്ട യുവാക്കളെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളെയും സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. ഒരർത്ഥത്തിൽ മതങ്ങളുടെ മുഖംമൂടി അണിഞ്ഞ രണ്ട് തീവ്രവാദ ശക്തികൾ എങ്ങനെയാണ് പരസ്പരം വളരാൻ സഹായിക്കുന്നത് എന്നാണ് സിനിമ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല, ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ. കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും പോലുള്ള പ്രൊപ്പഗണ്ട സിനിമകളെ ആഘോഷമാക്കിയവർ എമ്പുരാനെതിരെ ആക്രോശിക്കാൻ കാരണവും മറ്റൊന്നല്ല. വാൽകഷ്ണം. ഇന്നലെ എമ്പുരാനെ കുറിച്ചുള്ള എന്റെ പ്രതികരണം ഏഷ്യാനെറ്റ് ഓൺലൈൻ നൽകിയതിന് താഴെ ഒരു കമന്റ് കണ്ടു. ഇത് രാമരാജ്യമാണ് എന്നായിരുന്നു കമന്റ്. അവർ രാമരാജ്യത്തെ അവർക്കറിയാവുന്ന പോലെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. സിനിമ ഇറങ്ങിയതിന് പിന്നാലെ LDF UDF നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയതും വാർത്തയായിരുന്നു. ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശനും ചിത്രത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു.